വന്നു കയറിപ്പോ വരാന്തയിൽ ഒരാൾ മുഖം വീർപ്പിച്ചിരിക്കുന്നു. ഇപ്പോ നീ മോന്തയും കെട്ടിവെച്ചിരിക്കുന്നു. എന്താടി പ്രശ്നം? ഈ വീട്ടിൽ എല്ലാവരുടെയും മിണ്ടാട്ടം മുട്ടിച്ചത് പ്രകാശേട്ടനല്ലേ? ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? പ്രകാശനെ തെറ്റ് കണ്ടാലേ തെറ്റാണെന്ന് വിളിച്ചു പറയും. ആ കാര്യത്തിൽ ഞാൻ ചിലപ്പോ സ്വന്തവും ബന്ധമൊന്നും നോക്കിയെന്ന് വരില്ല. അതിനെ നിലപാടെന്ന് പറയും. ഈ പ്രകാശനെ നിലപാടുള്ളവനാ. നിലപാട്? പെറ്റ തള്ളയുടെയും ജനിപ്പിച്ച തന്തയുടെയും സമാധാനം കളയുന്നതിന്റെ പേരാണോ ഈ നിലപാട്? പാവ അച്ഛൻ ഇക്കൊല്ലം പിറന്നാള് പോലും ആഘോഷിക്കണ്ടെന്ന് തീരുമാനിച്ചിരിക്കോ? അച്ഛന്റെ പിറന്നാളായോ? എന്ന്? കൊള്ളാം, മൂത്ത മോനായിട്ട് അച്ഛന്റെ പിറന്നാള് പോലും അറിയില്ല. മരുമകളായ എനിക്കറിയാം, ഇതിന്റെ പേരായിരിക്കും നിലപാട്. സുചിത്രേ, നീ ഈ സാഹിത്യ പ്രഭാഷണമൊക്കെ നിർത്തിയിട്ട് അച്ഛന്റെ പിറന്നാൾ എന്നാണെന്ന് പറയും. ഭാര്യ പറഞ്ഞിട്ടല്ല സ്വന്തം അച്ഛന്റെ പിറന്നാൾ അറിയേണ്ടത്. വേണമെങ്കിലേ തന്നെ കണ്ടുപിടിക്കും. മനസ്സുഖത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇങ്ങനെ റോഡിൽ നിന്ന് അച്ഛന്റെ പിറന്നാൾ എങ്ങനെ ആഘോഷിക്കാമെന്ന് ആലോചിച്ച് നിന്നാലേ വല്ല പാണ്ടിലോറിയത് നമ്മൾ ചാവത്തേ ഉള്ളൂ. നമ്മൾ ചെന്ന് പതിവില്ലാതെ അച്ഛാ നമുക്ക് അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കാമെന്ന് പറഞ്ഞാലേ അങ്ങനെ കാര്യം മനസ്സിലാകും. ഏതായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം. ഏത് നിന്റെ ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയിലോ? നീ അങ്ങ് പോയാച്ചാ കണ്ടപ്പോ കവാത്ത് മറന്നു അല്ലേ? കേരളി മുറുകെ പിടിച്ചൊക്കെ ഇരുന്നോ? ചിലക്കാതെ പോയി വണ്ടി എടുക്കണം. അതിന്റെ ബ്രേക്ക് ശരിയാക്കിട്ട് വന്നാ മതി. വീട് മുഴുവൻ മാറാല പിടിച്ചു. വീട്ടിൽ മാത്രമല്ല ചന്ദ്രു, മാധവന്റെ മനസ്സിലും മാറാല പിടിച്ചു തുടങ്ങി. മാധവേട്ട, ഈ ചന്ദ്രയ്ക്ക് ജീവിച്ചിരിക്കുന്നത് തന്നെ മാധവേട്ടന്റെ അടയാളം സിന്ദൂര രേഖയായിട്ട് ഈ നെറ്റിയിൽ കിടക്കുന്നത് കൊണ്ടാ. മാധവേട്ടൻ തളർന്ന് പിന്നെ ഈ ചന്ദ്രികയില്ല. മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോ മക്കൾ ആശ്രയമാവുന്നത്. ഇവിടെ പരസ്പരം ചിലപ്പോഴൊക്കെ എന്റെ ചന്ദ്രന്റെയും കൂട്ടി എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്ന് വിചാരിക്കും. പക്ഷേ അതിനും പറ്റില്ലല്ലോ. അമ്മ ഇവിടെ തളർന്നു കിടക്കുകയല്ലേ. നമ്മുടെ മക്കളും നമ്മളോട് കാണിക്കുന്ന നെറുകേട് നമുക്ക് ആ തളർന്നു കിടക്കുന്ന അമ്മയോട് കാണിക്കാൻ പറ്റില്ലല്ലോ. മാധവേട്ട, എന്താ ഇങ്ങനെ? മാധവൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്നെ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി കഴിഞ്ഞ നിന്നെ എന്റെ ജീവിതത്തിലേക്ക് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാ. ചന്ദ്രിക ഈ നിമിഷം മരിച്ചാലും പൂർണ്ണ സംതൃപ്തിയോടെയാ മരിക്കുന്നത്. ഇനിയൊരു പുനർജന്മം വേണോന്ന് എന്നോട് ചോദിച്ച എന്റെ മാധവേട്ടനെ ഭർത്താവായി കിട്ടുമെങ്കിൽ മാത്രം മതിയെന്ന് ഞാൻ പറയും. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് എന്റെ മാധവേട്ടനോടൊപ്പമുള്ള നിമിഷങ്ങൾ. മാധവേട്ടൻ തളരരുത്. നമുക്ക് കൊട്ടാരം പോലൊരു വീട് വെക്കണ്ടേ? വെക്കും. മാധവേട്ടൻ നോക്കിക്കോ, നമ്മളത് വെച്ചിരിക്കും. വാനത്തെ കൊട്ടാരം സ്വപ്നത്തിലെ കൊട്ടാരമാകുമോ ചന്ദ്രു? എന്തിനാ മാധവേട്ട ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത്? അങ്ങനെ ഒരു വീട് വെച്ചാ നമ്മൾ അതിന്റെ മുമ്പിൽ ഒരു ബോർഡ് വെക്കും. അറിയാം, മധുചന്ദ്രിക. മാധവൻ ചന്ദ്രിക അല്ലേ? അല്ല. പിന്നെ? മക്കൾക്ക് പ്രവേശനമില്ലാന്ന്. വ്യാഴാഴ്ച അച്ഛന്റെ ബർത്ത്ഡേ ആണ്. ഇത്തവണ അത് ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്നാ ഹരിത പറഞ്ഞിരിക്കുന്നത്. ഹരിതയുടെ മാത്രമല്ല അച്ഛാ,
എന്റെയും പ്രകാശന്റെയും ഒക്കെ തീരുമാനം അങ്ങനെയാ. ആ പിന്നെ ഈ നാട്ടിലുള്ള പ്രധാനപ്പെട്ട എല്ലാരെയും വിളിച്ച് നാടറിഞ്ഞുള്ള ഒരു പിറന്നാൾ ആഘോഷം. മനോജെ, MLA വിളിക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. ആ ഇല്ലില്ല. നിങ്ങളൊന്ന് പോകാൻ നോക്ക്. എനിക്കൊന്ന് ഉറങ്ങണം. പിറന്നാളൊന്നും ആരും ആഘോഷിക്കുന്നില്ല. അച്ഛാ, എതിനൊന്നും പറയല്ലേ. ഇത്തവണ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ്. എപ്പ വന്നു എന്റെ മക്കൾക്ക് അച്ഛനോട് ഇത്ര സ്നേഹം? സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മിണ്ടാപ്രാണിയായ വിനുവിനെ ഇല്ലാത്ത മോഷണക്കഥ പറഞ്ഞ് പുറത്താക്കിയപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ. അമ്മേ, അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നേ? അന്നും വിനുവേട്ട എന്നെ അടിച്ചപ്പോ അച്ഛനും നൊന്തില്ലല്ലോ. ഞങ്ങളെക്കാൾ വലുതാണോ അമ്മേ ആ വിനുവേട്ടൻ? അതെ, എനിക്ക് എന്റെ ചന്ദ്രു പ്രസവിച്ച എന്റെ രക്തത്തിൽ പിറന്ന മക്കളെക്കാൾ ഇഷ്ടം വിനുവിനോടാ.